പാചകവാതക സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ വിറകടുപ്പുമായി വടകരയിലെ ഇന്ത്യൻ കോഫി ഹൌസ്. കറികൾ മുതൽ ബിരിയാണി വരെ വിറകടുപ്പിൽ പാചകം ചെയ്യുകയാണ് കോഫി ഹൌസിലെ ജീവനക്കാർ. പല ഹോട്ടലുകളും പൂട്ടിക്കിടക്കുകയും വിവിധ ഹോട്ടലുകൾ പൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ കോഫി ഹൌസ് വിറകടുപ്പുമായാണ് മുന്നോട്ടു പോകുന്നത്. മസാല ദോശ, നെയ്റോസ്റ്റ്, ആംലേറ്റ്, ചൈനീസ് ഫുഡുകൾ മുതലായവ പാചകവാതക സിലിണ്ടർ ക്ഷാമം മൂലം ഉൽപാദനവും പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. വേനൽക്കാലമായതിനാൽ വിറകിന് ക്ഷാമമില്ലെങ്കിലും വലിയ വില കൊടുത്തുകൊണ്ടാണ് വിറകുകൾ ഇവർ ശേഖരിക്കുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടിയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്ന് ബ്രാഞ്ച് മാനേജർ ഷെറീഷ് കുമാർ പറഞ്ഞു. നിലവിലിപ്പോ ഗ്യാസ് തീരെ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഒരാഴ്ച മുമ്പെയാണ് ഒരു കുറ്റി ഗ്യാസ് കിട്ടിയത്. അതിപ്പോൾ ഏതാണ്ട് തീർന്ന് ഷട്ടറിടേണ്ട വക്കിലാണ് ഹോട്ടലുകളുടെ പൊതുവെ അവസ്ഥ. ഇപ്പോൾ വിറകടുപ്പിലാണ് പാചകങ്ങൾ നടക്കുന്നത്. പക്ഷേ വിറകടുപ്പിൽ പാചകം ചെയ്യാവുന്ന വിഭവങ്ങൾ ഇപ്പോൾ പരിമിതമാണ്. പഴയതുപോലെയല്ല. പഴയ കാലത്ത് ഹോട്ടലിലൊക്കെ കിച്ചണിൽ വിറകടുപ്പ് ഉപയോഗിക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ചോറ്, ബിരിയാണി, ചുരുക്കം ചില കറികൾ, ഇത്തരം സാധനങ്ങൾ മാത്രമാണ് വിറകടുപ്പിൽ പാചകം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അത് വലിയ പ്രയാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുകയാണ്. അതുപോലെ തന്നെ ഹോട്ടൽ മേഖലയെ ആശ്രയിക്കുന്ന കസ്റ്റമറെ തൃപ്തിപ്പെടുത്താൻ പാകത്തിലുള്ള വിഭവങ്ങളില്ല എന്നുള്ളതാണ്. എന്താണോ ഉള്ളത് അത് കസ്റ്റമർക്ക് വിതരണം ചെയ്യുക എന്നതിലപ്പുറത്തേക്ക് കസ്റ്റമറെ സംതൃപ്തിയോടുകൂടി അയക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഓർഡറുകൾ കൊടുക്കാൻ കഴിയുന്നില്ല. പുറത്തുനിന്ന് കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള ഓർഡറുകൾ സ്വീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പൊതുവെ ഹോട്ടലുകൾ നേരിടുന്നത്. പൊതുവെ ഇന്ത്യൻ കോഫി ഹൗസിനെ അത് ബാധിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അടച്ചിടാൻ പറ്റുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാണ്ട് കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൊറോണ കാലത്ത് നേരിട്ടതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഹോട്ടലുകളിലുള്ളത്.